അവർക്ക് രണ്ട് കൂട്ടരോട് ദേഷ്യം വന്ന് തുടങ്ങുന്നുണ്ടാവും. അവർ രണ്ട് കൂട്ടരെയും ഏറ്റവും പ്രധാനമായിട്ട് ഈ കമ്പയർ ചെയ്യുന്ന ആളെ ഇവരെപ്പോലെ ആയിക്കൂടെ നിങ്ങൾക്ക്, അല്ലെ അവനെപ്പോലെ എന്തുകൊണ്ട് നിങ്ങളാകുന്നില്ല, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ എന്ത് ചെയ്താലും അയാളുടെ പെർഫോമൻസ് കണ്ടോ, അയാളെ കണ്ടുപിടിക്കേണ്ട, അയാൾ കണ്ടോ രാവിലെ നമ്മളെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കും, കറക്റ്റ് ടൈമിൽ എത്തും പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഓഫീസ് ടൈം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അത് തീർന്നിട്ടേ അന്ന് രാത്രിയിൽ ഉറങ്ങുള്ളൂ. ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും മറ്റുള്ള ആൾക്കാരുടെ എന്തെങ്കിലും കണ്ടുപിടിച്ച് നേരെ തിരിച്ച് അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളന്നേരം സ്വാഭാവികമായിട്ട് പോവുകയും ചെയ്യും. എന്ത് പറഞ്ഞാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയും ഇവരെ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പൊക്കിക്കൊണ്ടിരിക്കുകയും ഏത് സമയത്തും അദ്ദേഹത്തെ എല്ലാവരുടെയും മുമ്പിലും വലിയ ആളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു കഴിയുമ്പം ഗ്രാജ്വലി സംഭവിക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഇത് ചെയ്യുന്ന ബോസിനോട് അല്ലെങ്കിൽ ബിസിനസ് ഓണറോട് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പേരൻസിനോട് ഇവർക്കൊരു ദേഷ്യം വന്നു.